എൻ്റെ മക്കളെ, നമുക്കൊക്കെ ഓരോരുത്തർക്കും നമ്മെ വളർത്തുന്ന സാഹചര്യങ്ങളുണ്ട്, നമ്മെ നശിപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അത് കുഞ്ഞുങ്ങളായാലും യുവാവായാലും ദമ്പതികളായാലും ഏത് ജീവിതാവസ്ഥയിൽപ്പെട്ടവർക്കായാലും. ഞാനൊരു അനുഭവസാക്ഷ്യം പറയട്ടെ. ടോണിയുടെ കൂട്ടുകെട്ട് മദ്യപിക്കുകയും സിഗരറ്റ് വലിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിലാണ്. എന്നാൽ ടോണി വലിക്കില്ല, കുടിക്കുകയുമില്ല. അവൻ്റെ കൂട്ടുകാർ പറഞ്ഞു, ആണുങ്ങളായാൽ അല്പം കുടിക്കുമെടാ, ആണുങ്ങളായാൽ വലിക്കുമെടാ. കൂട്ടുകാരുടെ ഈ പരിഹാസ വാക്കുകൾ ടോണിയെ ചൊടിപ്പിച്ചു. ആണെന്ന് തെളിയിക്കാനായി ടോണി ആദ്യമായി അല്പം കുടിച്ചു. ആണെന്ന് തെളിയിക്കാനായിട്ട് ആദ്യമായി ഒരു സിഗരറ്റ് വലിച്ചു. മക്കളെ, മാരകമായ രോഗങ്ങളിലേക്കും ദുരന്തമായ അവസ്ഥയിലേക്കും അവൻ്റെ അമൂല്യമായ യൗവനം വലിച്ചെറിഞ്ഞു. ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത നശിപ്പിക്കുന്ന സാഹചര്യത്തിൻ്റെ അടിമയായി മാറി. 1 കൊരിന്ത്യർ 5:11 നാം വായിക്കുന്നു, സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അസന്മാർഗിയോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധകനോ പരദോഷകനോ മദ്യപനോ കള്ളനോ ആണെന്ന് കണ്ടാൽ അവനുമായുള്ള സംസർഗം പാടില്ല. അവരും ഒരുമിച്ച് നടക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യരുത്. കാരണം നാശത്തിലേക്ക് ഉള്ള വഴി പെട്ടെന്ന് അവരിലൂടെ നിന്നിലേക്ക് കടന്നു വരും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.